പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാള് ആഘോഷിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ തുറന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ധാരാളം പദ്ധതികളുണ്ട്. പദ്ധതികളില്ലാത്ത ആരും തന്നെ ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ ധാരാളം പദ്ധതികൾ ആലോചിച്ച് അത് നിവർത്തീകരിക്കുവാൻ, അത് പൂർത്തീകരിക്കുവാൻ പ്രാർത്ഥനയുമായി നമ്മൾ എഫാത്തയുടെ സൂക്ഷിയിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ എല്ലാ പദ്ധതികളും പൂവണിയുന്നില്ല, പൂർത്തീകരിക്കുന്നില്ല. നമ്മളൊരു ദീർഘയാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്രയിലുടനീളം റോഡിൻ്റെ ഇരുവശങ്ങളിലും ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ പല ഭവനങ്ങളും പൂർത്തീകരിക്കാതെ കിടക്കുന്നത് കാണാം. പല പദ്ധതികളും പല ഇടങ്ങളിലും പൂർത്തീകരിക്കാതെ ഉപേക്ഷിച്ചിട്ട് പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ചില പാലങ്ങൾ, ചില റോഡുകൾ, അതുപോലെ കെട്ടിടങ്ങൾ, അതുപോലെ മറ്റെന്തെങ്കിലും പ്രവർത്തന മേഖലകളിൽ പലരും പല പദ്ധതികളും പൂർത്തീകരിക്കാതെ ഉപേക്ഷിച്ചിട്ടിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്ന പല പദ്ധതികളെക്കുറിച്ചും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മുടെ യാത്രയിൽ നമ്മുടെ പദ്ധതികളുമായി നമ്മൾ നടന്നു നീങ്ങുന്ന വഴിയോരങ്ങളിൽ കണ്ട പൂർത്തീകരിക്കാത്ത പദ്ധതികളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ജെറമ്യയുടെ പുസ്തകത്തിൽ 29:11 പറയുന്നു, ദൈവം പറയുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളൊരു പദ്ധതി എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിക്കാതെ നമ്മുടെ പദ്ധതികളുമായിട്ട് നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകരുടെ പദ്ധതികൾ പൂർത്തീകരിക്കാതെ കിടക്കുന്നതും, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ തീരുമാനിച്ചുറച്ച് നടപ്പാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച പല പദ്ധതികളും പൂർത്തീകരിക്കാതെ ഇന്നും അത് നിലനിൽക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് വിഷമം തോന്നാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ആലോചിച്ചുറച്ച പല പദ്ധതികളും പലപ്പോഴും പൂർത്തീകരിക്കുവാൻ കഴിയാതെ കിടക്കുന്നത്? പലരുടെയും ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നല്ല സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും. പരിശുദ്ധ അമ്മയുടെ ജീവിതം മാറിമറിഞ്ഞത് ഗബ്രിയേൽ ദൂതൻ മാതാവിന് പ്രത്യക്ഷപ്പെട്ട് സ്ത്രീകളിൽ അനുഗ്രഹീതേ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞപ്പോഴാണ്. അതുവരെ മാതാവിൻ്റെ മനസ്സിലും അങ്ങനെ ഒരു സ്വപ്നമുണ്ടാകുകയില്ല. കന്യകയായിരിക്കുന്ന ആ ബാല്യകാലത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വപ്നവും വേറൊന്നായിരിക്കാം. ആ സ്വപ്നങ്ങളുമായിട്ട് മുന്നേറുവാൻ ആഗ്രഹിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിതം ദൈവത്തിൻ്റെ ദൂതൻ വന്ന് മംഗളവാർത്ത അറിയിച്ചതിലൂടെ മാറിമറിയുകയാണ്. അതുപോലെ വിവാഹത്തിന് മുമ്പ് പല സ്ത്രീകളുടെയും പല പുരുഷന്മാരുടെയും സ്വപ്നങ്ങൾ വിവാഹശേഷം പലപ്പോഴും തകിടം മറിഞ്ഞിട്ടുണ്ട്. നല്ല കുടുംബജീവിതം ആഗ്രഹിച്ച്, നല്ല സന്തോഷത്തിൻ്റെ ജീവിതം ആഗ്രഹിച്ച് കടന്നു വന്ന പല സ്ത്രീകളും കുടുംബത്തിൽ ഭർത്താവിൻ്റെ മദ്യപാനവും ദുശ്ശാഠ്യവും താന്തോന്നിത്തരവും ഏത് കാര്യത്തിനും എതിർക്കുന്ന മനോഭാവം കണ്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ധാരാളമുണ്ട്. ആ മകളുടെ സ്വപ്നങ്ങൾ പലപ്പോഴും തകർന്നടിഞ്ഞു പോയത് വിവാഹത്തിന് ശേഷം നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ച് വന്നപ്പോൾ ആ പ്രതീക്ഷ സഫലമാകാത്തത് കൊണ്ടാണ് സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയത്. ഇങ്ങനെ ധാരാളം സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാതെ തകർന്നടിഞ്ഞു പോയ മനസ്സിൻ്റെ ഉടമയുമായിട്ടായിരിക്കാം നമ്മളിൽ പലരും ഇന്നിവിടെ ഇരിക്കുക. ഒരു ഭവനം നിൽക്കുന്ന സ്ഥലത്ത് അത് പഴയതായി കഴിഞ്ഞാൽ പുതിയത് ഒന്ന് പണിയണമെങ്കിൽ ആ നിൽക്കുന്ന ആ പഴയ ഭവനം പൊളിച്ചു മാറ്റി അതിൻ്റെ തറ വൃത്തിയാക്കി പുതിയ പ്ലാൻ അനുസരിച്ച് അത് എഞ്ചിനീയറോ അല്ലെങ്കിൽ ആശാരിമാരോ കുറ്റിവെച്ചാൽ മാത്രമേ അവിടെ പണി തുടങ്ങുകയുള്ളൂ. അപ്പോൾ പഴയതിനെ പൊളിച്ചു നിൽക്കാതെ പുതിയത് പണിയാൻ സാധിക്കുകയില്ല. അപ്പോൾ പഴയത് പൊളിച്ചു നിൽക്കുമ്പോൾ അതിന് തകർച്ചകളുണ്ടാകും, ക്ഷതങ്ങളുണ്ടാകും, അതിൻ്റെ ഘടന മാറും, അതിൻ്റെ യോജിച്ച് നിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ പലതും വിച്ഛേദിച്ച് അറുത്തുമാറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പുതുതായിട്ടൊന്ന് പണിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച സുന്ദരമായ ജീവിതം പലപ്പോഴും താറുമാറായി പോകുമ്പോൾ അതിൻ്റെ പിമ്പിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഇന്ന് വചനപ്രഘോഷണ വേദികളിൽ അനേകർ സാക്ഷ്യം പറയുമ്പോൾ
അവരുടെ ജീവിതത്തിന്റെ പഴയകാല തിക്ത അനുഭവങ്ങൾ അവര് ഉത്തരവാദിത്വമില്ലാത്തവരായി ജീവിച്ചു, താന്തോന്നികളായി ജീവിച്ചു, മദ്യം കഴിച്ച് കുടുംബത്തിന്റെ സ്വത്ത് നശിപ്പിച്ചു, നാട്ടിലുള്ളവർക്ക് പേടി സ്വപ്നമായി കേടിയായി ജീവിച്ച കാലഘട്ടങ്ങളിൽ അവർക്ക് പലതരത്തിലുള്ള തകർച്ചകൾ വന്നപ്പോൾ അവർ ദൈവത്തെ കണ്ടെത്താനും പിന്നീട് അവര് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പദ്ധതികളനുസരിച്ച് ജീവിക്കുവാനും കാരണമായി. അങ്ങനെ അവർ പറയുന്നത്, സാക്ഷ്യപ്പെടുന്നത്, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ തകർച്ചകൾ ഇന്ന് എനിക്ക് അനുഗ്രഹമായി മാറി എന്ന്. പഴയൊരു വീട് പൊളിച്ച് പുതിയത് മനോഹരമായൊന്ന് പണിത് താമസിക്കുന്ന പോലുള്ള ഒരു അനുഭവമാണ് പല ജീവിതങ്ങളിലും തകർച്ചകളിലൂടെ അവരുടെ പദ്ധതികൾ, അവരുടെ സ്വന്തമായ പദ്ധതികൾ തകർന്നടിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. അപ്പോൾ കർത്താവിന്റെ വചനം പ്രത്യേകമായിട്ടും പറയുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 16:1 മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യും, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ എന്ന്. അപ്പോൾ ദൈവത്തിന്റെ തീരുമാനത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുക. അതേ വചനത്തിൽ തന്നെ 16:2 പറയുന്നു, നിന്റെ പദ്ധതികളെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നിന്നെ നോക്കിക്കൊള്ളുമെന്ന്. കർത്താവിനെ ഏൽപ്പിക്കാതെ സ്വന്തമായി ചെയ്ത ഓരോ പദ്ധതികളുമാണ് തകർന്നടിഞ്ഞു പോകുക. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ പദ്ധതികളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് അനുഗ്രഹമായി തീരും. പലരും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് ധാരാളം കൃഷിസ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയവരുണ്ട്, നല്ല നല്ല ബിസിനസ്സിന് വേണ്ടി പണം മുടക്കിയവരുണ്ട്. പക്ഷേ അവരവരുടെ സ്വന്തം പദ്ധതികളായിരുന്നത് കൊണ്ട് പലപ്പോഴും അവരുടെ കൃഷി സ്ഥലത്ത് നിന്ന് 1 രൂപ പോലും ആദായം എടുക്കുവാനോ അവർ ബിസിനസ്സിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ തേടുവാനോ കഴിയാതെ കൃഷിയിടം ഉപേക്ഷിച്ചവരുണ്ട്, ബിസിനസ് നിർത്തിയവരുണ്ട്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് പദ്ധതികളെ രൂപീകരിച്ചവര് അതിൽ ആനന്ദിക്കുകയും ദൈവത്തിലെ മഹത്വപ്പെടുത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ധാരാളം ആളുകളെ കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പദ്ധതികളെ വിജയിക്കാതെ പോയതിന്റെ പിമ്പിലെ കാരണം ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പദ്ധതിയാണോ ഞാൻ നിറവേറ്റിയത്, അതോ മറിച്ച് എൻ്റെ സ്വന്തമായ ഇഷ്ടപ്രകാരമുള്ള പദ്ധതികളുമായിട്ടാണോ ഞാൻ മുന്നേറിയത്? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ എല്ലാ പദ്ധതികളെയും നമുക്കൊന്ന് കൊണ്ടുവരാം. ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമ്മൾ പദ്ധതികളെ വിഭാവന ചെയ്തിട്ടുണ്ടോ? പ്രാർത്ഥനയിലൂടെയും ആലോചനയിലൂടെയും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രവർത്തന മേഖലകളെ, നമ്മുടെ പദ്ധതികളെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ? അതോ എന്തെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥ ലാഭത്തിനോ ഈ ലോകമോഹങ്ങളുടെ ആധിക്യത്തിലുള്ള ജീവിതത്തിനോ വേണ്ടിയാണോ ഞാൻ എൻ്റെ പദ്ധതികളെ രൂപീകരിച്ചിട്ടുള്ളത്? ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്ന പദ്ധതികളെല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതാണോ? ഒന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാ പദ്ധതികളെയും നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇതുവരെ ചെയ്ത പല പ്രവർത്തനങ്ങളും നഷ്ടമായിരുന്നിരിക്കാം, പല പ്രവർത്തനങ്ങളിലും പരാജയം സംഭവിച്ചവരാകാം, പല പ്രവൃത്തികളും വഴിക്ക് ഉപേക്ഷിച്ചു പോയവരാകാം, പല ബിസിനസ് ചെയ്തു ഒന്നും വിജയിച്ചില്ല, അതെല്ലാം ഉപേക്ഷിച്ചു. കൃഷി ചെയ്തു ഒന്നും ഫലം തന്നില്ല, അതെല്ലാം ഉപേക്ഷിച്ചു. പല ജോലികൾക്ക് വേണ്ടി പല ഇടങ്ങളിൽ പോയി അന്വേഷിച്ചു. ചില സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടി, എന്നാൽ അവിടെ തുടരാൻ പറ്റിയില്ല. പല ജോലികളും നഷ്ടപ്പെട്ടു, പല ഇടങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നു. ഇങ്ങനെയുള്ള ദുഃഖങ്ങളും വേദനകളും കഷ്ടതകളും സങ്കടങ്ങളുമാണ് എൻ്റെ മനസ്സ് നിറയെ. ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും? ഇനി ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ പോറ്റും? ഞാൻ എൻ്റെ കുടുംബത്തെ എങ്ങനെ പരിപാലിക്കും? എൻ്റെ ആവശ്യങ്ങളെ, എൻ്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ എനിക്കെങ്ങനെ നിവൃത്തികരിക്കാൻ കഴിയും എന്നാകുലപ്പെട്ടിട്ടാണോ ഇവിടെ ഇരിക്കുന്നത്? എന്നാൽ എല്ലാ ആകുലതകളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ആകുലതകളിൽ നിന്നെല്ലാം അവൻ നമ്മെ രക്ഷിക്കും. നമ്മുടെ പദ്ധതികളെല്ലാം അവന്റെ കരങ്ങളിൽ കൊടുക്കാം. അവൻ നമ്മുടെ പദ്ധതികളെ ആശീർവദിച്ച് അനുഗ്രഹിക്കും. അവന്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ചോദിച്ചാലും അവനത് തരുമെന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാൻ 14:14 നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് നൽകുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. അപ്പൊ അവന്റെ ഹിതപ്രകാരം, യേശുക്രിസ്തുവിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ചോദിക്കുന്ന എന്തും നമുക്ക് ലഭിക്കും. അവന്റെ ഹിതമല്ലാത്ത എല്ലാ പദ്ധതികളെയും നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പദ്ധതികൾക്കായിട്ട് നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. അതിനുവേണ്ടി അവയെല്ലാം സമർപ്പിച്ചുകൊണ്ട്, എല്ലാ നഷ്ടങ്ങളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്
എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്, വിജയം ഭരിക്കാൻ കഴിയാത്ത എല്ലാ മേഖലകളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്, സകലത്തിലും വിജയം നൽകുന്നവൻ, വിജയം നൽകുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ പ്രവർത്തന മേഖലയിലെ തകർച്ചകളെയും തളർച്ചകളെയും എടുത്തു മാറ്റി നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ ഇന്ന് നമ്മെ സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും പുതിയ വഴികളിലേക്ക് അവൻ നമ്മളെ കൈപിടിച്ചുയർത്തുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ പദ്ധതികളെയും അവന്റെ അനുഗ്രഹത്തിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, ഓ ദൈവമേ മഹത്വം, ഓ കർത്താവേ നന്ദി പറയാം. യേശുവേ നന്ദി, ഓ ദൈവമേ മഹത്വം, ഓ കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഓ ദൈവമേ, ഫലമണിയാതെ പോയ എല്ലാ സ്വപ്നങ്ങളെയും എല്ലാ പദ്ധതികളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ ദൈവമേ, അവിടെ നിന്ന് ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പരാജയം എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ പദ്ധതികളെല്ലാം വിജയമാക്കുവാൻ നിന്റെ കരം ഞങ്ങളെ മേൽ വെക്കണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പദ്ധതികളെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. വിശ്വസിച്ചുകൊണ്ട് പാടാം. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. നിന്റെ മുറിവെല്ലാം സ്നേഹതൈലം പൂശി ഇപ്പോൾ നിന്നെ കഴുകി ബലപ്പെടുത്തും. നിന്റെ മുറിവെല്ലാം സ്നേഹതൈലം പൂശി ഇപ്പോൾ നിന്നെ കഴുകി ബലപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇതുവരെ ഉണ്ടായ എല്ലാ പരാജയങ്ങളിൽ നിന്നും അവൻ ഇന്ന് നമ്മെ രക്ഷിക്കും. അവൻ എല്ലാ തരത്തിലും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ എല്ലാ സുഖസൗകര്യങ്ങളിലും നീ അള്ളിപ്പിടിച്ചിരിക്കുന്ന എല്ലാ സന്തോഷങ്ങളും തകർത്തുകൊണ്ട് അവന്റെ പദ്ധതിയിലേക്ക് അവൻ നിന്നെ കൈപിടിച്ചുയർത്തും. കൂട് നശിപ്പിച്ച് കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിച്ച കഴുകിനെ പോലെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിലിരുത്തും കഴുകനെ പോ. കൂടു നശിപ്പിച്ച കുഞ്ഞുങ്ങളെ തന്റെ ചിറകിലിരുത്തും കഴുകനെ പോ. നിന്റെ ദുരിതത്തിൽ നിന്നെ ഞാൻ വഹിക്കും, നിന്നെ എന്റെ ഹൃത്തിൽ ഞാൻ അടച്ചിടും. നിന്റെ ദുരിതത്തിൽ നിന്നെ ഞാൻ വഹിക്കും, നിന്നെ എന്റെ ഹൃത്തിൽ ഞാൻ അടച്ചിടും. ഇസ്രായേലിൻ നാഥൻ കരമടിച്ചുകൊണ്ട് വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. എല്ലാ വിധത്തിലും രക്ഷയില്ല എന്ന് വിചാരിച്ച്, എല്ലാം തകർന്നു പോയെന്ന് വിചാരിച്ച് നിന്റെ ജീവിതത്തിൽ നീ ദുഃഖിച്ചിരിക്കുകയാണോ? എന്നാൽ അവൻ നിന്റെ രക്ഷയുടെ പാറയാണ്, അവൻ നിന്റെ കോട്ടയാണ്, അവൻ നിന്റെ രക്ഷയുടെ പാറ അവൻ നിനക്കേകും, അതിൽ നിന്ന് തേനും എണ്ണയും നൽകും. രക്ഷയുടെ പാറ അവൻ നിനക്കേകും, അതിൽ നിന്ന് തേനും എണ്ണയും നൽകും. രക്ഷയുടെ പാറ അവൻ നിനക്കേകും, അതിൽ നിന്ന് തേനും എണ്ണയും നൽകും. രക്ഷയുടെ പാറ അവൻ നിനക്കേകും, അതിൽ നിന്ന് തേനും എണ്ണയും നൽകും. പാപക്കറ നീക്കി നിന്നെ സുഖമാക്കി അവൻ നിൻ കരങ്ങളിൽ നിന്നെ വഹിക്കും. പാപക്കറ നീക്കി നിന്നെ സുഖമാക്കി അവൻ തൻ കരങ്ങളിൽ നിന്നെ വഹിക്കും. പാപക്കറ നീക്കി നിന്നെ സുഖമാക്കി അവൻ തൻ കരങ്ങളിൽ നിന്നെ വഹിക്കും. ഇസ്രായേലിൻ നാഥൻ
ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ കഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ കഴുകി സുഖപ്പെടുത്തും. നിന്റെ മുറിവെല്ലാം സ്നേഹതൈലം പൂശി ഇപ്പോൾ നിന്നെ കഴുകി ബലപ്പെടുത്തും. നിന്റെ മുറിവെല്ലാം സ്നേഹതൈലം പൂശി ഇപ്പോൾ നിന്നെ കഴുകി ബലപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ കഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ കഴുകി സുഖപ്പെടുത്തും.